10,000-ൽ ഒരാളായിട്ടല്ല, ഞങ്ങളുടെ 200-ൽ ഒരാളായിട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് പറ്റും. എല്ലാ വർഷങ്ങളിലും ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ കേരളത്തിൽ ആദ്യത്തെ 100-ൽ 4 പേരെ ഈ കുഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 200 കുട്ടികളിൽ നിന്ന് എത്തിക്കാൻ പറ്റിയത്. ഇവിടെ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ മാർക്കിലല്ല പ്രാധാന്യം. ആ കുട്ടി ആഗ്രഹിച്ചു വരുന്ന MBBSലേക്ക് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ കുട്ടി ആഗ്രഹിക്കുന്ന കോളേജ്, കുട്ടി ആഗ്രഹിക്കുന്ന കോഴ്സ്, അവിടേക്ക് നിങ്ങളുടെ മക്കളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് JPSന്റെ ലക്ഷ്യം. മക്കളെ, കഴിഞ്ഞ 4 വർഷം കൊണ്ട് JPSന്റെ റിസൾട്ട് എന്താണെന്ന് അറിയോ? 4ാമത്തെ വർഷത്തിൽ സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് JPS ക്ലാസ്സിന് എത്താൻ പറ്റി. അതെ, നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ JPSലേക്ക് വരാം. ആദ്യ ബാച്ചിൽ തന്നെ 110 കുട്ടികളിൽ 56 പേരെ MBBSലേക്ക് എത്തിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് JPS. റിപ്പീറ്റ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10,000-ൽ ഒരാളായിട്ടല്ല, 1,000-ൽ ഒരാളായിട്ടല്ല, ഞങ്ങളുടെ 200 കുട്ടികളിൽ ഒരാളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്. 2027 നീറ്റ് ബാച്ച് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 200-ൽ ഒരാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾക്ക് അഡ്മിഷൻ എടുക്കുക. നമുക്കിവിടെ 4 ബാച്ചുകളാണ് ഉണ്ടാവുന്നത്. ഈ 4 ബാച്ചുകളും നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകും. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരാം. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും JPSന്റെ യാത്ര എന്ന് പറയുന്നത്, ആദ്യ വർഷം നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ വന്ന കുട്ടികളിൽ 50% എന്ന് പറയുന്ന ഒരാൾക്കും ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കേരളത്തിൽ ഒരു ക്ലാസ് റൂമിനുള്ളിൽ 80-90 കുട്ടികൾ പഠിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് 3-4 പേര് MBBSന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നല്ല, ഈ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥാപനം പഠിച്ച 110 കുട്ടികളിൽ 56 പേരെ, അതായത് 50% മുകളിൽ കുട്ടികളെ MBBSലേക്ക് എത്തിച്ചേക്കുന്നത് വേറൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ പറ്റുന്ന റിസൾട്ട് ആയിരുന്നില്ല, JPSന്റെ മാത്രം റിസൾട്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ 4 വർഷത്തെ കാത്തിരിപ്പ് അവസാനം ഞങ്ങൾ എത്തിച്ചത് ഈ കഴിഞ്ഞ വർഷം 7ാമത്തെ റാങ്കിലേക്കാണ്. കേരള 7th റാങ്ക് വാങ്ങിച്ചുകൊണ്ട് ജിയാദ് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയപ്പോൾ, ഫിസിക്സിൽ തന്നെ കേരളത്തിൽ ഏറ്റവും ടോപ്പ് സ്കോറുമായിട്ട് ജിയാദ് വന്നപ്പോൾ, ഫിസിക്സിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിൽ ഫിസിക്സിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കോർ വാങ്ങിച്ച് ജിയാദിന് മുന്നിൽ എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ ഇത് ഈ JPSന്റെ ടീമിൻ്റെ വിജയം തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ കുട്ടിക്കും അവരുടെ ഓരോ വിഷമങ്ങളും കൊണ്ട് പറയാൻ, പക്ഷെ അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണോ അവർക്ക് ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുത്തുകൊണ്ട്, വീണ്ടും ഞാൻ പറയാം, 10,000-ൽ ഒരാളായിട്ടല്ല, ഞങ്ങളുടെ 200-ൽ ഒരാളായിട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് പറ്റും. അവർക്ക് വേണ്ടത് എന്താണോ അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ ഇവിടുത്തെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഐലൻഡ് ഹോസ്റ്റലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐലൻഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന ഹോസ്റ്റൽ, അവിടെ തന്നെ താഴെ ക്ലാസ് റൂം, അവിടെ തന്നെ ഭക്ഷണം എത്തുന്നു, അവിടെ തന്നെ അവർക്ക് ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. കുട്ടികൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഓണത്തിന്, ക്രിസ്മസിന്, വിഷുവിന്, പെരുന്നാളിന് ഈ സമയത്ത് മാത്രം 4 ദിവസം അവർക്ക് വീട്ടിലേക്ക് പോവാം. ബാക്കി സമയം മൊത്തം മക്കൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഈ പഠനം തന്നെയാണ് അവർക്ക്, ആ പഠനത്തിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. വേറെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു വളരെ അവർ ടെൻസ്ഡ് ആവുന്ന ഒരു സമയത്ത് മാത്രം അവരൊന്ന് ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞു ഗെയിംസ്, അത് 10 minutes ഒക്കെ അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യുക. അതല്ലാതെ കുറേ നേരമൊന്നുമില്ല. അങ്ങനെ അവർക്ക് ഹാപ്പിനെസ് റൂമുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസൊക്കെ നമ്മുടെ ഹോസ്റ്റലുകളിലുണ്ട്. അതായത് കുട്ടികൾക്ക് വേറൊരു ട്രാവൽ, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ എങ്ങും പോകേണ്ടതില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ തന്നെയാണ്. ആകെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വെക്കേഷൻ്റെ സമയത്ത് മാത്രമാണ് മക്കൾ വീട്ടിലേക്ക് പോകുന്നത്. അല്ലാതെ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ഥലത്ത്, ഹോസ്റ്റൽ മറ്റൊരു സ്ഥലത്ത്, ഇങ്ങനെയുള്ള യാത്രയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു സിസ്റ്റം കൊണ്ട് തന്നെയാണ് 4ാമത്തെ വർഷം തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത റിസൾട്ടിലേക്ക് JPS എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യം ഈ ടീമിൻ്റെ വർക്ക് തന്നെയാണ്. ഞങ്ങളിലെത്തുന്ന ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ മറ്റു പല സ്ഥാപനങ്ങളും നേരെ ഞങ്ങൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിലേക്ക് എത്തുന്നത് ഒരു സെക്കൻഡ് ലൈനിൽ വരുന്ന മക്കളാണ്. എന്നിട്ട് തന്നെ കഴിഞ്ഞ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ആദ്യത്തെ 100-ൽ 4 പേര് JPSന്റെ കുട്ടികളായിട്ട് വന്നു. ഈ 4 പേര് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സീക്രട്ട് തന്നെയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ ആ കുട്ടികളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് ഓരോ ആളുകൾക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ്. 2027 നീറ്റിൽ നിങ്ങളുടെ മക്കൾ ഈ ഒരു സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ 10,000-ൽ ഒരാളായിട്ട്, വെറും ഒരു റോൾ നമ്പറായിട്ട് നിങ്ങളുടെ മക്കളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നില്ല. വരാൻ പോകുന്ന ഞങ്ങളുടെ ജിയാദിനെ പോലെ, കേരള 7ാം റാങ്ക് വാങ്ങിച്ച ജിയാദിനെ പോലെ വീണ്ടും ഏറ്റവും നല്ലൊരു റിസൾട്ടിലേക്ക്, ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്കാണ് നിങ്ങളുടെ മക്കളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ വരാം. ഞങ്ങളോട് പറയാനുള്ളത്, എന്തായാലും ഒരു വർഷം നമ്മൾ മാറ്റി വെക്കുകയാണ്.
നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. മക്കളെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് നവംബറോടുകൂടി നമ്മുടെ പോർഷൻസും തീർത്ത് നമുക്ക് കാര്യങ്ങൾ ഫുൾ എക്സാംസിലേക്ക് പോവാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും രാവിലെ നമുക്ക് ക്ലാസ് 8:30 സ്റ്റാർട്ട് ചെയ്യും. 8:30 മുതൽ നമുക്ക് 5:15 വരേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകളായിരിക്കും. ഇങ്ങനെ എല്ലാ ദിവസങ്ങളിലും അല്ല, മൺഡേ മുതൽ ഫ്രൈഡേ വരെ, മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ഈ ഒരു ഷെഡ്യൂളിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാത്തിൻ്റെ ക്ലാസ്സുകളും ഉണ്ടാവും. പിന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് വീട്ടിൽ പോകാൻ പറ്റില്ല. ചുമ്മാ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഈ 5 ദിവസം പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ 2 ദിവസം വീട്ടിൽ പോയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അതിനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. കാരണം ആ ദിവസമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുന്ന ദിവസമാണ് പിന്നീടുള്ള 2 ദിവസം. സാറ്റർഡേ സൺഡേ നിങ്ങൾ ആരെയും വീട്ടിലേക്ക് വിടില്ല. സാറ്റർഡേ സൺഡേ നിങ്ങൾ നന്നായിട്ട് കുത്തിയിരുന്ന് നിങ്ങൾ പഠിക്കും. അങ്ങനെ സാറ്റർഡേ സൺഡേ പഠിച്ച് മൺഡേ നിങ്ങൾക്ക് ആ വീക്കിൽ എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ മുഴുവൻ എക്സാം ആയിരിക്കും ഉണ്ടാവുന്നത്. ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, എവിടെയാണ് നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയ, എവിടെയാണ് നിങ്ങൾ അതിൽ കറക്ഷൻസ് വരുത്തേണ്ടത്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇത് നിങ്ങളൊരു 10,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടാവുമോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ കുറഞ്ഞ കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് എവിടെയാണ് കറക്ഷൻസ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ തിരുത്തി തരാനും നിങ്ങളെ മുന്നോട്ടേക്ക് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാനും JPSന് സാധിക്കും. വീണ്ടും പറയാം, മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സാണ്. പിന്നെ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ലീവ്. ആ സമയം നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് മൺഡേ എക്സാം ഉണ്ടാവുക. ദെൻ വീണ്ടും മൺഡേ, അത് കഴിഞ്ഞ് ക്ലാസ്. ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടാവുക. മോർണിംഗ് 5 o'clock നിങ്ങൾ എഴുന്നേൽക്കണം. ഓക്കെ, ആ 5 o'clock എഴുന്നേൽക്കുന്ന കുട്ടികൾക്ക് 11 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിടക്കാൻ പറ്റും. ആ സമയത്ത് പിന്നെ അതിനുശേഷം ഉറക്കമൊന്നുമില്ല, നമുക്ക് പഠിത്തം തന്നെ അങ്ങോട്ടേക്ക്. അത് കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, 6 o'clock എഴുന്നേൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവർക്ക് 12 o'clock ആകുമ്പോൾ കിടക്കണം. ഓക്കെ, പിന്നെ 6 മണിക്കൂർ ഉറക്കം നമുക്ക് നിർബന്ധമാണ്. ഹോസ്റ്റലിൽ റൂമുകൾക്കുള്ളിൽ വേറെ സംസാരമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അലോഡല്ല. കാരണം അവിടെ നിങ്ങൾ വരുന്നത് പഠിക്കാനാണ്. നിങ്ങൾ പഠിക്കാൻ നല്ല റിസൾട്ട് ആവുക, പോവുക, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇനി അടുത്ത കാര്യം പറയാം. ഇങ്ങനെ നമ്മൾ വീക്ക്ലി എക്സാം എഴുതി പോവും. ഒരു മാസം ആകുമ്പോൾ നമ്മൾ ആ ഒരു മാസം പഠിച്ച മുഴുവൻ ചാപ്റ്ററുകൾ വെച്ചുകൊണ്ട് ഒരു എക്സാം, അതാണ് മന്ത്ലി ഉള്ള മെഗാ ടെസ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു മെഗാ ടെസ്റ്റ് വരും. 2 മാസം കൂടുമ്പോൾ ഒരു ഗ്രാൻഡ് മെഗാ ടെസ്റ്റ്. അങ്ങനെ നമ്മളൊരു 5-5.5 മാസം ആകുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ് മുഴുവനായിട്ട് അങ്ങോട്ട് തീരും. ഇത് കഴിഞ്ഞാൽ പിന്നീട് എന്താണെന്നല്ലേ, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നീട് നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം വെച്ച് വരുന്ന കുട്ടികളാണ്. ആ വൈറ്റ് കോട്ട് സ്റ്റെത്തും ആഗ്രഹിച്ച് വരുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അവരുടെ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് JPSന് തിരിച്ചു പോകാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ പാരൻസിൻ്റെ ഒരു പ്രഷറിൽ വരുന്ന ഒരു കുട്ടി ഒരിക്കലും ഇവിടെ അഡ്മിഷൻ വരണ്ട. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാത്രമേ JPSൽ വന്നിട്ട് കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു, നവംബർ മുതൽ അങ്ങോട്ടേക്ക്, നവംബർ ലാസ്റ്റോടുകൂടി നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് ഡിസംബർ ഒരു പാതിയാകുമ്പം നമ്മുടെ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് മോക്ക് എക്സാംസും അതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാംസും ഉണ്ടാവും. ഈ മൊഡ്യൂൾ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 ദിവസത്തെ ഗ്യാപ്പിലും നമുക്കൊരു 8 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സാം ആയിരിക്കും. അങ്ങനെ കുറേ മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാവും. നമുക്ക് 10ഓളം മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നൊരു മൊഡ്യൂൾ, അതായത് 8 ചാപ്റ്റർ വെച്ചിട്ട് ഇന്നൊരു എക്സാം നടന്നു. അടുത്തൊരു 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം അടുത്തൊരു മൊഡ്യൂൾ നടന്നു. പിന്നെ ഇതിനെ രണ്ടിനെയും കമ്പൈൻഡ്, അടുത്തൊരു മൊഡ്യൂൾ അതിൻ്റെ കമ്പൈൻഡ്, പിന്നെ ഈ 4 കമ്പൈൻഡ്. അങ്ങനെ നമുക്ക് ജനുവരി വരേക്ക് നമ്മുടെ മൊഡ്യൂൾ എക്സാംസോടുകൂടെ നമ്മൾ അങ്ങോട്ട് പോകും. ഇത് കഴിയുമ്പോൾ പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് മോക്ക് എക്സാംസാണ്. എന്താണോ ഫൈനലി നിങ്ങൾ നീറ്റ് എൻട്രൻസ് എക്സാമിന് എങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടത് അതേ രീതിയിൽ നിങ്ങൾ കുറേ മോഡൽ എക്സാംസും കൂടെ എഴുതിയിട്ടായിരിക്കും നിങ്ങൾ ഫൈനൽ എൻട്രൻസ് എക്സാമിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടാവുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിനൊക്കെ മുന്നായിട്ട് അവസാനത്തെ 3 എക്സാംസ് നമ്മൾ എന്താണോ ഫൈനൽ നീറ്റ് എൻട്രൻസ് എക്സാമിൽ നമ്മൾ പോയിട്ട് സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ എക്സാം എഴുതുന്നത് അല്ലേ. മുന്നേ CBSE ആയിരുന്നു, കഴിഞ്ഞ വർഷം മുതൽ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പോളിടെക്നിക് ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ അതേപോലെ തന്നെയുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതേ സ്കൂളുകളിൽ എക്സാമിൻ്റെ സെൻറ്ററുകളായിട്ട് പോകുന്ന അതേ സ്കൂളുകളിൽ പോയിട്ട് എന്താണോ എക്സാമിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതും. ഈ രീതിയിൽ നമുക്ക് സൗകര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന രീതിയിലായിരിക്കും നമ്മുടെ JPS ഈ വർഷം മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ വർഷങ്ങളിലും ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ കേരളത്തിൽ ആദ്യത്തെ 100ൽ 4 പേരെ ഈ കുഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 200 കുട്ടികളിൽ നിന്ന് എത്തിക്കാൻ പറ്റിയത്. 10,000 കണക്കിന് കുട്ടികളിൽ നിന്നല്ല, 1000 കണക്കിന് കുട്ടികളിൽ നിന്നല്ല, 10,000 കണക്കിനും 1000 കണക്കിനും കുട്ടികൾ പഠിക്കുന്ന
പല സ്ഥാപനങ്ങളും ഈ കേരളത്തിൽ ഉണ്ടായിട്ടും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന 10-ന് മുകളിൽ സ്ഥാപനങ്ങൾ, 10-നും 15-നും മുകളിൽ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടും 200 പേര് മാത്രം പഠിക്കുന്ന ഈ കുഞ്ഞു സ്ഥാപനത്തിന് ആദ്യത്തെ 10 റാങ്കുകൾക്കുള്ളിൽ എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ ആദ്യത്തെ 10 റാങ്കുകൾക്കുള്ളിൽ 3 സ്ഥാപനങ്ങൾ മാത്രമേ ഈ കേരളത്തിൽ നിന്നുള്ളൂ. അതിലൊരു സ്ഥാപനമാണ് ഈ JPSന് പറ്റിയിട്ടുണ്ട്. 4 കൊല്ലം കൊണ്ട്, ഈ 4 വർഷം കൊണ്ട് JPSന് ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. ഒരിക്കലും ഒരാൾക്കും കമ്പയർ ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ JPSൻ്റെ സിസ്റ്റം ഏറ്റവും ബെസ്റ്റാണ്. ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അതിന് മുന്നത്തെ വർഷം ആദ്യത്തെ 100 റാങ്കുകൾക്കുള്ളിൽ 2 റാങ്കുകൾ JPS ഉണ്ടാക്കിയെടുത്തു. കേരള 20 റാങ്കും 55 റാങ്കും. അത് OBC റാങ്ക് ആണെങ്കിൽ 6 റാങ്കും 20 റാങ്കിൽ വരേക്കും JPSന് എത്താൻ പറ്റി. അതിന് മുന്നിലത്തെ വർഷം കേരളത്തിൽ നഴ്സിംഗ് കോട്ടയിൽ 1-ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ട് സഫിയ യൂസഫ് എത്തി. ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നിലാണെങ്കിൽ പ്രഫുല്ല റഷീദും അഫ്ലായും ഏറ്റവും നല്ല റിസൾട്ടുകളായിട്ട് JPSനെ ഒരു പടി മുകളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ മാർക്കിലല്ല പ്രാധാന്യം. ആ കുട്ടി ആഗ്രഹിച്ചു വരുന്ന MBBSലേക്ക് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ കുട്ടി ആഗ്രഹിക്കുന്ന കോളേജ്, കുട്ടി ആഗ്രഹിക്കുന്ന കോഴ്സ്, അവിടേക്ക് നിങ്ങളുടെ മക്കളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് JPSൻ്റെ ലക്ഷ്യം. അതിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഉറപ്പായിട്ടും ധൈര്യത്തോടുകൂടെ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് ഏൽപ്പിക്കാം. നിങ്ങൾ ഏൽപ്പിക്കുന്ന നിങ്ങളുടെ കുട്ടി ഇവിടെ ഞങ്ങൾക്ക് ഇവിടുത്തെ വേറൊരു റോൾ നമ്പറായിട്ട് നമ്മൾ ആ കുട്ടീനെ കാണുന്നില്ല. അത് ഞങ്ങളുടെ റിസൾട്ടാണ്. നിങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്ന വിശ്വാസമാണ്. അത് തിരിച്ചു തരാൻ JPS റെഡിയാണ്. JPS ഒരു വാക്കല്ല, അത് ഒരു വിശ്വാസമാണ്.